Okay, so now the next problem is number of A's in a string W mod 3 equal to 0 and number of B's in a string W mod 2 equal to 0. Okay, അതായത് number of A's should be a multiple of 3 and number of B's should be a multiple of 2. Okay, അതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്കിത് എത്ര സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് ആദ്യം പറയും നിങ്ങൾ. How many states will be there in this problem? It is definitely ഇതിന് 3 എണ്ണം and the other one 2. So 3 into 2 you will have 6 states here. അല്ലേ? 6 states എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റേറ്റുകളൊന്ന് വരയ്ക്കാം. Okay, let us just draw those states. 1 initial state ആണത്. 2 3 4 5 and 6. Okay, 6 states വരും. Let us do this one. ഈ number of A's in W mod 3 equal to 0 എന്നുള്ളത് നമുക്ക് ഹൊറിസോണ്ടലിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വെർട്ടിക്കലിയും ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇതിന് നമുക്ക് 3 സ്റ്റേറ്റ് വേണം, ഇതിന് 2 സ്റ്റേറ്റ് മതി അല്ലേ. ഇവിടെ ഓർഡർ ഈവൻ മോഡ് 2 അല്ല, അപ്പോൾ 2 സ്റ്റേറ്റ് അല്ലേ വേണ്ടു. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാം, വെർട്ടിക്കലി ചെയ്യാം. ആൻഡ് നമ്പർ ഓഫ് A's in W നമുക്ക് മോഡ് 3ൻ്റെ നമുക്ക് ഹൊറിസോണ്ടലി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എന്താണ്, നമ്മുടെ എയും ബിയും രണ്ടും 0 ആണ്. 0 A's ആൻഡ് 0 നമ്പർ ഓഫ് B's. ഓക്കെ, അത് ആക്സെപ്റ്റഡ് ആവണം അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് രണ്ടും എന്തായാലും ഇത് ഒന്ന് മോഡ് 3 കിട്ടുമ്പോഴും 0 ആണോ, മോഡ് 2 കിട്ടുമ്പോഴും 0 ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ 0 0 ആയിരിക്കണം എന്തായാലും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. സോ ലെറ്റ് us മാർക്ക് ദിസ് ആസ് the final state initially. Okay, 0 0 കിട്ടുന്നതായിരിക്കണം നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇനി എനിക്ക് ഒരു എ വന്നു, ഞാൻ പറഞ്ഞു എ എന്നുള്ളത് നമ്മൾ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു എ വന്നപ്പോൾ എനിക്ക് ഈ സ്റ്റേറ്റിൽ എന്തായി, നമ്പർ ഓഫ് A's 1 ആയി, നമ്പർ ഓഫ് ബി 0 ആണ്, ബി ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ബി തിരിച്ചും ഒരു എ വന്നു. സോ അഗൈൻ നമ്പർ ഓഫ് A's 2 ആണ്, B's 0 ആണ്. ഓക്കെ, സെയിം തന്നെ നമുക്ക് താഴേക്കും വരും അല്ലേ. താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കൂ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം, അത് ലെറ്റ് us just complete this first. അപ്പോൾ മോഡ് 3 എന്ന് പറയുമ്പോൾ എ പിന്നെയും തേർഡ് എ വരുമ്പോൾ വീണ്ടും 3 മോഡ് 3 ഈക്വൽ ടു 0 അല്ലേ. അതായത് അത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചും ഇവിടെ എ വരുമ്പോഴും ഇറ്റ് ഷുഡ് ഗോ ബാക്ക് ടു ദിസ് ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. അതായത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം. ഇപ്പോൾ എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 3നെയും ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. നമുക്ക് ഇവിടെയും സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ബി അല്ലേ നമ്മൾ വെർട്ടിക്കലി ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നോക്കൂ, എനിക്കൊരു ബി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയി, ഒന്നും നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പോയി. ഇവിടെ വന്നപ്പോൾ എനിക്ക് നമ്പർ ഓഫ് A's എന്താണ്, 0 ആണ്. ഓക്കെ, ബി എത്രയാണ്, ഒരു ബി വന്നിട്ടുണ്ട്, അപ്പോൾ 0 1 വന്നു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു എ വന്നു, ഞാൻ എല്ലാം എ അല്ല, ഇവിടെ രണ്ടും ഞാൻ എ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എ വന്നു എന്ന് പറയുമ്പോൾ ബി എ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബിയും ഒന്നാണ്, നമ്പർ ഓഫ് എയും ഒന്നാണ്, അപ്പോൾ 1 1 അല്ലേ. ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും, ബി എ എന്ന് പറയുന്നത് 2 ആണ്, നമ്പർ ഓഫ് A's 2 ആണ്, ബി 1 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് വെറുതെ ബി വന്നാൽ എവിടേക്ക് പോകുന്നുള്ള മാത്രം നോക്കി. ഇവിടെയും നമ്മൾ ഇതേപോലെ എയും മൂന്നാമതൊരു എ വരുമ്പോൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇറ്റ് ഷുഡ് അഗെയിൻ ഗോ ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇവിടേക്ക് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് പോകണം അല്ലേ. ഒന്നുമില്ല, നമ്മൾ മുകളിലത്തെ അതേപോലെ താഴത്തേക്ക് വരച്ചു വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എ നമ്മളെല്ലാത്തും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബി ആണ് മാർക്ക് ചെയ്യാനുള്ളത്. ബി വന്നപ്പോൾ ആദ്യം ഇങ്ങോട്ട് പോയി, ഇനി എനിക്ക് ഒരു ബിയും കൂടി വന്നു. ഓക്കെ, എൻ്റെത് ബി ആണ്, ഞാൻ എടുക്കണ സ്ട്രിങ് ബി ആണെന്ന് നോക്കിയോ. അപ്പോൾ ആദ്യം ബി വന്നപ്പോൾ ഈ സ്റ്റേറ്റിലേക്ക് പോയി, നെക്സ്റ്റ് ബി വന്നപ്പോൾ എൻ്റെ നമ്പർ ഓഫ് B's എന്താണ്, 2 ആണ്. 2 mod 2 is equal to 0, അതായത് അത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ബി വരുമ്പോൾ where do I go? I'll go back to this state ബി അല്ലേ. ഇനി എനിക്ക് ഇവിടെ ബി വരുമ്പോൾ എന്താ ഉണ്ടാവുക നോക്കാം. ഓക്കെ, എ ബി എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് എ ബി അല്ലെങ്കിൽ ഓക്കെ എ ബി കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്,
എനിക്ക് എ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ബി കിട്ടുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എ കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകണം. ബി കിട്ടുമ്പോൾ ഞാൻ എവിടേക്ക് പോകും? എ ബി എന്ന് പറയുമ്പോൾ എൻ്റെ നമ്പർ ഓഫ് എസ് എന്നുള്ളത് 1 ആണ്, നമ്പർ ഓഫ് ബിയും 1 ആണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു ബി കിട്ടുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകും? ഇവിടേക്ക് വരും അല്ലേ? ഇപ്പം ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാ? എ ബിയിൽ ഇവിടെ എത്തി. ഇവിടെ എത്താൻ വേറെ വഴി എന്തായിരുന്നു? ബി എ. ബി എ എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും ഞാൻ ഒരേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നത് അല്ലേ? ഇനി ഞാൻ അതിൻ്റെ കൂടെ ബി എ ബി എന്നാണ് നോക്കിയോ. ബി എ ബി, ബി എ ബി. ഇവിടെയും ഇത് നമ്മുടെ കറക്റ്റാണ്. നമ്പർ ഓഫ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? ഇത് നമുക്ക് 0 കിട്ടുക. എ എന്നുള്ളത് പക്ഷെ എന്താണ്? ഒരു എ വരുന്നുണ്ട്, ഓഡ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ എവിടേക്കാണ് പോവുക? നമ്മളിവിടെ ബി എ എന്ന് പറഞ്ഞപ്പോൾ ഇവിടം വരെ എത്തി. ബി എയിൽ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ഒരു ബി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോവുക? ഇറ്റ് വിൽ അഗെയിൻ ഗോ ബാക്ക് ടു ദി സ്റ്റേറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങൾ നോക്കി നോക്കൂ, കറക്റ്റ് അല്ലേ എന്ന്. ഓക്കെ, ഇനി എനിക്ക് എന്താ വരേണ്ടത്? എനിക്കൊരു എ എ ബി വരണം. എ എ ബി. ഓക്കെ, എ എ ബി. എ എ ബി എന്ന് പറയുമ്പോൾ എൻ്റെ ഈവൺ നമ്പർ ഓഫ് എസ്, എ ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്. എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ അവിടെ? അല്ല അല്ലേ? ബിയും അല്ല. രണ്ടും എനിക്ക് എന്താ കിട്ടുന്നത്? ഒരു 2 എയും 1 ബിയും ആണ് വരുന്നത്. 2 എയും 1 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ഇതല്ലേ സ്റ്റേറ്റ്? 2 എയും 1 ബിയും. എ എ ബി എന്ന് പറയുമ്പോൾ എവിടെയല്ലേ വരിക അല്ലേ? എ എ ബി എന്ന് പറയുമ്പോൾ 2 എ 1 ബി, 2 1 വരിക. ഇനി നെക്സ്റ്റ് നോക്കൂ, എ എ ബി ബി. ഓക്കെ, എ എ ബി ബി, എ എ ബി ബി. ഇവിടെയും നോക്കൂ, എ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇത് എന്താ? ഇത് നോക്കൂ, ബി ഓൾസോ ഇസ് നോട്ട് എ, ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. അത് കറക്റ്റാണ്, ബി കറക്റ്റാണ്, എ പക്ഷെ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. എ എ ബി, ബി തിരിച്ച് ബി വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോവുക? ബി 0 തന്നെയല്ലേ കിട്ടേണ്ടത്? എ 2. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലേ പോവുക? 2 0യിലേക്ക് അല്ലേ? അല്ലേ? ബി എന്ന് പറയുന്നത് 2 എന്ന്, ഇവിടെ ബി നമുക്ക് 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? 2 mod 2 = 0 അല്ലേ? അതുകൊണ്ടാണ്, അതായത് ബി എന്ന് പറയുന്നത് അവിടെ ഈവൺ ആണ് വരുന്നത്, എ എന്ന് പറയുന്നത് 2ഉം. അതുകൊണ്ടാണ് നമ്മൾ ബി വന്നപ്പോൾ തിരിച്ചു അങ്ങോട്ട് പോയത്. നമ്മുടെ നോക്കൂ, നമ്മുടെ DFA കംപ്ലീറ്റ് അല്ലേ? നോക്കൂ, നിങ്ങൾ ഏത് റാൻഡമായിട്ട് ഏത് സ്ട്രിങ് വേണമെങ്കിലും ഇട്ട് നോക്കിക്കോളൂ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണ സ്ട്രിങ് മാത്രമേ ഈ 0 0യിൽ എത്തുള്ളൂ. ജസ്റ്റ് ട്രൈ ഗിവിങ് സം സ്ട്രിങ്, റാൻഡം സ്ട്രിങ് ആൻഡ് ദെൻ ചെക്ക് ദാറ്റ്. ഇപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണ ഒരു വലിയ സ്ട്രിങ് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എ ഷുഡ് ബി, അപ്പോൾ 3 എ കൊടുക്കാം. എ എ എ ബി ബി, അതല്ലേ? ഈ ഒരു സ്ട്രിങ് ഈ ലാംഗ്വേജിൽ വരുന്നതാണ്. 3 എയും 2 ബിയും. ഇത് എവിടെ എത്തണേന്ന് നോക്കൂ കേട്ടോ. എ എ തിരിച്ചും എ, ബി ബി. 0 0 എന്ത് ചെയ്യണത്? എ എ എ ബി ബി. 0 0 എന്ത് ചെയ്തു? ഓക്കെ, സോ വിച്ച് മീൻസ് ദിസ് സ്ട്രിങ് ഇസ് ബീങ് ആക്സെപ്റ്റഡ് അല്ലേ? സോ ദിസ് ഇസ് ഹൗ യു ഡു ദിസ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇതൊന്നും നോക്കാനില്ല. 3ഉം 2ഉം എന്ന് പറയുമ്പോൾ 3 × 2 6 states ആണ് വരിക. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാണ് നമ്പർ ഓഫ് എസ് ഇൻ W mod 3 ആൻഡ് നമ്പർ ഓഫ് ബീസ് ഇൻ W mod 3 = 0 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ് വരും? രണ്ടും 3 ആണ് കേട്ടോ. രണ്ടും mod 3 ആണെങ്കിൽ 3 × 3 യു വിൽ ഹാവ് 9 states അല്ലേ? സോ യു ക്യാൻ ഡു ദാറ്റ് ആസ് എ ഹോംവർക്ക്. ഓക്കെ, number of A mod 3 = 0 and number of B mod 3 = 0. Just try that and see if you are getting the right answer. ഈ പറഞ്ഞ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. അത് ചെയ്ത് നോക്കൂ. ഓക്കെ, now let us take another example. You have to construct a DFA that accepts all strings over 0, 1 divisible by 2. ഓക്കെ, ഇപ്പോൾ നമ്മൾ എ കോമ ബി മാറി നമ്മൾ 0, 1 ബൈനറി നമ്പേഴ്സ് എടുക്കുകയാണ്. ആ ബൈനറി നമ്പർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. ഓക്കെ, ഐ ഹോപ്പ് യു നോ ദ ബേസിക്സ് ഓഫ് ബൈനറി നമ്പേഴ്സ്. ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈനറി നമ്പർ ഇസ് നമ്പേഴ്സ് വിത്ത് ബേസ് 2 അല്ലേ? അതിൻ്റെ ബേസ് എന്തായിരിക്കണം? 2 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 0
10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിമലിൽ എത്രയാണ് വരിക, നമ്മുടെ നമ്പറിൽ എത്രയാണ് വരിക? 10. ഹൗ ഡു യു ഡു ദിസ്? 1 into 2 plus 0 that is equal to 2 അല്ലേ? 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ നമുക്ക് 2 അല്ലേ അതിൻ്റെ ആൻസർ അല്ലേ? ഇനി നോക്കൂ നിങ്ങൾക്ക് 101 ആണെങ്കിൽ എങ്ങനെയാ വരിക? ഇത് ഇവിടെ വരെ നമുക്ക് കിട്ടിയിട്ട് 2 ആണെന്ന് അല്ലേ? സോ 2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. 2 പ്ലസ് 1 ദാറ്റ് ഇസ് 2 into 2 plus 1 that is 5 അല്ലേ? ദിസ് ഇസ് ഹൗ യു ഡു ദിസ്. നിങ്ങൾ ചിലവരൊക്കെ ഈ 8421 അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, അതിൻ്റെ ബേസിക് സാധാരണ ഇത് ഇങ്ങനെയാണ് അതങ്ങനെ വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം 8421 8ൻ്റെത് 16 32. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 5 ആണെങ്കിൽ 4 plus 1 അല്ലേ? അപ്പോൾ 101 ഇത് 5 ആയിരിക്കും. 2 ആവണമെങ്കിൽ 10. ഓക്കെ, 3 ആണെങ്കിൽ എന്ത് വരും? 11. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇതെങ്ങനെയാണ് ബൈനറി എന്നൊരു നമ്പർ നമുക്ക് എങ്ങനെയാണ് ബൈനറി നമ്പർ നമുക്ക് അതിൻ്റെ ഡെസിമൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഡു ദാറ്റ്. ഓക്കെ, സോ ഒരു ബൈനറി നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്, ഈവൺ നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈവൺ ഓർ ഓഡ് എന്നുള്ള ഒരു 2 ഡിസ്റ്റിങ്ക്വിഷൻ, ഒരു 2 ഡിസ്റ്റിങ്ക്വിഷനാണ് ഇതിൽ വരിക. യു നീഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഈവൺ ആൻഡ് ഓഡ്. സോ ബേസിക്കലി യു വിൽ ഹാവ് 2 സ്റ്റേറ്റ്സ്, ഒന്ന് ഈവണും ഒന്ന് ഓഡും. ഓക്കെ, സോ നമുക്ക് വിൽ ഹാവ് ഈവൺ, ഇനീഷ്യൽ സ്റ്റേറ്റ് ഒരു ഈവൺ ഉണ്ടാവും, ആൻഡ് ദെൻ യു വിൽ ഹാവ് ആൻ ഓഡ് സ്റ്റേറ്റ്. ഓക്കെ, എനി ബൈനറി നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഈവൺ നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഈവൺ നമ്പർ ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയി വരുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു നമ്പർ കൊടുക്കുകയാണ് 10. ഓക്കെ, 10 നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. 10 എന്താണ്? 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ് അല്ലേ? 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 is divisible by 2 അല്ലേ? അപ്പോൾ അത് ഈവൺ ആണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞ നമ്പറും നമുക്ക് ഈവൺ നമ്പറാണ് അല്ലേ? വെറുതെ 0 ആണെങ്കിലും അത് ഈവൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റിൽ അപ്പോൾ 0 എത്ര 0 വന്നാലും നമ്മളത് ലൂപ്പ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിൽക്കും, ഈ ഈവൺ നമ്പറിൽ നിൽക്കും അല്ലേ? ബിക്കോസ് അത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ഇനി 1 വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുക അല്ലേ? 1 വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ എൻ്റെ ഓഡായിരിക്കും ആ നമ്പർ അല്ലേ? വെറുതെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ അത് ഓഡിലേക്ക് പോകും. ഓക്കെ, ഇനി എനിക്ക് ഞാൻ പറഞ്ഞ നമ്പർ എന്തായിരുന്നു? 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ടാ പോവാ? നിങ്ങൾ നോക്കൂ, ഈവണിൽ ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ 0 വന്നാലും 1 വന്നാലും എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി എനിക്ക് ഇവിടെ 1 കിട്ടി, എനിക്ക് ഇനി അതിൻ്റെ കൂടെ ഒരു 0യും കിട്ടി. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ ഞാൻ എവിടേക്ക് പോകും? 10 ഇറ്റ് ഷുഡ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ ബിക്കോസ് 2 ഇസ് ദി റിസൾട്ട്. അപ്പോൾ അതെന്തായാലും ആക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് പോകണം. അപ്പോൾ ഓഡിൽ നമുക്കൊരു 0 കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗോ ടു ദി സ്റ്റേറ്റ് അല്ലേ? ഇസ് ആർ DFA കംപ്ലീറ്റ്? ആ DFA ഇസ് നോട്ട് കംപ്ലീറ്റ് ബിക്കോസ് ഇവിടെ നമ്മൾ ഓഡ് വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു, ഈവൺ വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. ഐ മീൻ സോറി, 0 വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു, 1 വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ 1 വന്നാൽ ഇവിടെ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ 1 എത്തിയപ്പോൾ ഞാൻ ഈവൺ നിന്ന് ഓഡിലേക്ക് എത്തി, ഈ സ്റ്റേറ്റിലേക്ക് എത്തി. ഇനി എനിക്കൊരു 1 ആണ്. 10 ഞാൻ പറഞ്ഞു കേട്ടോ. 10 എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞു. 1 എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ വരും? 1 തന്നെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനത് എവിടെ നിൽക്കും? 1 എന്നുള്ളത് എൻ്റെ ഒരു ഓഡ് നമ്പർ അല്ലേ? അപ്പം ഞാനിവിടെ 1 എന്ത് ചെയ്യും? ഞാനിവിടെ സെൽഫ് ലൂപ്പ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിൽക്കും 1. സോ ബേസിക്കലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 0 0 നമുക്ക് ഈ 0 വെച്ച് എൻഡ് ചെയ്യണത് എല്ലാതും ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 1 0 1 0 0 1 1 0 ഈ 0 വെച്ച് എൻഡ് ചെയ്യണത് എല്ലാം ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. വേറാസ് 1 വെച്ച് എൻഡ് ചെയ്യണത് എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. 1 0 1. ഓക്കെ, സോ എൻഡിങ് 1 വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഓഡായിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഈവൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഇപ്പോൾ എൻ്റെ ഞാൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 1 1 1 1 1 1 എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ എത്രയാണ്? 7 ആണ് അല്ലേ?
7 അല്ലേ 1 1 1 എന്ന് പറയുമ്പോൾ. അപ്പോൾ നോക്കൂ 1 1 1 ഓഡ് നമ്പറിലെ അത് അവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ 1 0 0 1 0 0 1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 4 അല്ലേ, അതെ 4. ഓക്കെ, അപ്പോൾ നോക്കൂ 1 0 0 1 0 0 ഈവൺ അല്ലേ 4 എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ ഈ സ്റ്റേറ്റിൽ ഫൈനൽ സ്റ്റേറ്റിൽ നിൽക്കണം. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. ഓക്കെ, ഞാൻ ഈ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താണ്. I need to construct a DFA that accepts all strings over 0, 1 which are divisible by 3. Okay, which are divisible by 3. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റ്സ് ആണ്, ഓഡ് ഈവൺ അത്ര മാത്രമേ ഉള്ളൂ. ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുമ്പോൾ എന്ത് ചേഞ്ചാണ് വരിക? നിങ്ങളൊന്ന് പറയൂ, എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും? യെസ്, യു വിൽ ഹാവ് 3 സ്റ്റേറ്റ്സ് അല്ലേ. റിമൈൻഡർ 0 1 2 അല്ലേ 3 എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് എന്തായാലും 3 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ 3 സ്റ്റേറ്റ്സ് വരച്ച് വയ്ക്കാം. ഓക്കെ, Q0 Q1 ആൻഡ് Q2. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ Q0 എന്ന് ഞാൻ അവിടെ എഴുതിയത് 0 റിമൈൻഡർ 1 റിമൈൻഡർ 2 റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, നമ്മുടെ ഈ ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യുക? എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 3നെയും ആക്സെപ്റ്റഡ് ആവണം അല്ലേ. നള്ള് ഇൻക്ലൂഡിങ് നൾ അല്ലേ. അപ്പോൾ നൾ എന്ന് പറയുമ്പോൾ നമുക്ക് 0 വന്നാൽ ആക്സെപ്റ്റഡ് ആയിരിക്കണം. 0 ഇസ് ഡിവിസിബിൾ ബൈ 3 അല്ലേ. സോ നൾ സ്ട്രിങ് വന്നാൽ ആക്സെപ്റ്റഡ് ആയിരിക്കണം. സോ ഈ Q0 എന്നുള്ളത് എന്തായാലും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആവും അല്ലേ. ഇനി എനിക്ക് അപ്പോൾ 0 ആണെങ്കിൽ ഒന്നുമില്ല എന്ന് അർത്ഥം കേട്ടോ. 0 ആണെങ്കിൽ 0 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് അഗൈൻ 0. അപ്പോൾ നമുക്ക് എനിക്ക് 0 എത്ര 0 വന്നാലും 0 0 0 0 0 0 എത്ര നമ്പർ ഓഫ് സീറോസ് വന്നാലും ബൈനറിയിൽ എനിക്കത് ബൈനറിയിൽ 0 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0 തന്നെയല്ല, അതിൻ്റെ ആൻസർ 0 അല്ലേ. അപ്പോൾ എത്ര 0 വന്നാലും കുഴപ്പമില്ല, ഐ വിൽ റിമെയിൻ ഇൻ ദിസ് സ്റ്റേറ്റ്. ഓക്കെ, എത്ര 0 വന്നാലും കുഴപ്പമില്ല, അത് ആക്സെപ്റ്റഡ് ആവും. അതാണ് Q0. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്കൊരു 1 വന്നു. നമുക്ക് 1 വന്നാൽ മാത്രമേ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുക. ഓക്കെ, 1 വന്നപ്പോൾ ഞാൻ Q1ലേക്ക് പോയി. എന്താ കാരണം? 1 ഡിവൈഡഡ് ബൈ 3 എനിക്ക് എന്താണ് കിട്ടുക? 1 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എനിക്ക് 1 അല്ലേ കിട്ടുക. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിമൈൻഡർ 1 വരുന്ന സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി എനിക്ക് ഇപ്പോൾ ഇവിടെ 1 കിട്ടി കേട്ടോ. ഇനി Q1ൽ എനിക്കൊരു 0 കിട്ടി. ഇപ്പം ഇവിടെ വരെ എത്താൻ Q1 വരെ എത്താൻ എനിക്ക് 1 ആയിരുന്നു. 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെത്രയാ? 2 അല്ലേ. 1 0 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 2 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് വരിക? നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 2 ആണ് നമ്മുടെ റിമൈൻഡർ വരിക അല്ലേ. അപ്പോൾ 2 റിമൈൻഡർ വരുന്ന സ്റ്റേറ്റ് ഇതല്ലേ. അപ്പോൾ 1 0ൽ നമ്മൾ Q2ലേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഇവിടെ 1 എത്തി. ഇനി 1 1 ആയിരുന്നെങ്കിലോ? 1 1 ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും? 1 1 എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ. 3 ഡിവൈഡഡ് ബൈ 3 എന്താണ്? നമുക്ക് 0ൽ കിട്ടുക. അപ്പോൾ നമ്മൾ 1 വന്നാൽ എങ്ങോട്ട് പോകും? Q1ൽ എനിക്ക് 1 വന്നാൽ വേർ ഡു ഐ ഗോ? ആക്സെപ്റ്റഡ് ആവണം അല്ലേ. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകും 1 വന്നാൽ. am I right? അപ്പോൾ ഈ സ്റ്റേറ്റിൽ 0 വന്നാലും 1 വന്നാലും എങ്ങോട്ട് പോകുന്ന രീതി Q1ലും 0 വന്നാലും 1 വന്നാലും എങ്ങോട്ട് പോകുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ Q2ൻ്റെ കാര്യമാണ് നോക്കുന്നത്. Q2ൽ എത്താനായിട്ട് ഞാൻ എങ്ങനെ എത്തുക? 1 0 എത്തിയാൽ ഞാൻ Q2ൽ എത്തും. അപ്പോൾ എനിക്കൊരു 1 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് അല്ലേ. 5 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 3 എനിക്ക് എത്ര റിമൈൻഡർ കിട്ടുക? 2 ആണ് അല്ലേ. അപ്പോൾ 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 2 കിട്ടുന്ന സ്റ്റേറ്റിൽ നിൽക്കണം. റിമൈൻഡർ 2 കിട്ടുന്നത് ഇവിടെയല്ലേ അല്ലേ. അപ്പം ഞാൻ 1 വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ സെൽഫ് ലൂപ്പ് ചെയ്യും അല്ലേ. ഇനി എനിക്ക് കിട്ടേണ്ടത് 1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആണ്. 1 0 0 4 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 3 വാട്ട് ഡു യു ഗെറ്റ് ദ റിമൈൻഡർ? യു വിൽ ഗെറ്റ് 1 ആസ് ദ റിമൈൻഡർ അല്ലേ.
അപ്പം ഞാൻ Q2 എനിക്കൊരു 0 കിട്ടിയാൽ ഞാൻ ഇങ്ങോട്ട് പോവും. ഫ്രം Q2 ഐ വിൽ മൂവ് ഓൺ ടു Q1. കംപ്ലീറ്റ് ആയോ? നോക്കൂ, ഇതെല്ലാം കറക്റ്റ് അല്ല. നിങ്ങൾ എന്നിട്ട് റാൻഡം ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടു. ഇപ്പൊ 6 എന്താ? 6 എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 2 1 1 0 ആണ് അല്ലേ? 8 4 2 1 4 + 2 is 6. അപ്പോൾ 1 1 0 1 1 0. Q0 തന്നെയല്ലേ റിമെയിൻ ചെയ്യണത്. നോക്കൂ, 1 1 0 അവിടെ തന്നെയല്ലേ റിമെയിൻ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നിങ്ങൾ റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ഇട്ടിട്ട് നോക്കുക ഇഫ് അത് ഈ വരച്ചിരിക്കണത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കണം. ഹൗ ഡു യു ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ? ഇതിനെ നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ ഡയഗ്രം എന്നാണ്. ഓക്കെ, ട്രാൻസിഷൻ ടേബിൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? just rubbing this off. Transition table ട്ടോ. ട്രാൻസിഷൻ ടേബിളിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? drawing the transition table here. Q0 Q1 Q2 അല്ലേ? we are having 3 states. നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്? we are having 0 and 1. ഓക്കെ, Q0 0 വരുമ്പോൾ നമ്മൾ എവിടെ പോവും? Q0 തന്നെ നിൽക്കും. Q0 1 വരുമ്പോൾ യു മൂവ് ഓൺ ടു Q1. Q1 0 വരുമ്പോൾ യു മൂവ് ടു Q2. Q1 1 വരുമ്പോൾ യു മൂവ് ടു Q0. Q2 0 വരുമ്പോൾ യു മൂവ് ടു Q1. Q2 1 വരുമ്പോൾ യു മൂവ് ടു Q2. ഇതിനാണ് നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ ടേബിൾ. ഇത് ട്രാൻസിഷൻ ഡയഗ്രാം. ഫ്രം ട്രാൻസിഷൻ ഡയഗ്രാം യു ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ. നിങ്ങൾ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങളിത് എഴുതണം കേട്ടോ. ട്രാൻസിഷൻ ഡയഗ്രാം ട്രാൻസിഷൻ ടേബിളും എഴുതണം. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും Q0 ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മളൊരു ആരോ വെച്ച് കാണിക്കും. ഫൈനൽ സ്റ്റേറ്റിനെ യു റെപ്രസെൻറ്റ് യൂസിങ് എ സ്റ്റാർ. ഫൈനൽ സ്റ്റേറ്റിനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇസ് ദാറ്റ് ക്ലിയർ? പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്.